സാർ. എന്താ സാർ വിശേഷം? വിശേഷങ്ങളൊക്കെ ഉണ്ടോ? ഈ രാഷ്ട്രം ഒറ്റക്കെട്ടല്ലെന്ന് ആരാ പറഞ്ഞത്? നിങ്ങൾ ഇത് 3 പേര് കൂടി ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്താണ്ട് പാകിസ്ഥാന്റെ ആൾ ഇവിടെ വന്നിരിക്കുന്ന രീതിയിലാണല്ലോ നിങ്ങൾ സംസാരിക്കുന്നത്. അയ്യോ, ഇത് കണ്ടോണ്ട് എങ്ങനെയാ വരാ? നിങ്ങൾ നടന്നോ, ഞാനൊന്ന് ഇറക്കിട്ട് ഓടി വരാം. അപ്പോൾ മാധ്യമങ്ങൾ എന്ന് ശശി തരൂരിനോട് അഭിപ്രായം ചോദിക്കുകയാണ്. ഇവിടെ പ്രശ്നം, ശശി തരൂരിന് സ്വതന്ത്രമായ അഭിപ്രായം പറയാനുള്ള അവകാശം പാർട്ടി അനുവദിച്ചിട്ടുണ്ടോ? ഈ പെരുവണ്ണാപുരത്ത് ആരും ഇന്നേ വരെ കാവുമ്പാട്ടുകാരുടെ മുന്നിൽ വന്ന് നിന്നിട്ടില്ല. ഇപ്പൊ എവിടെന്നോ വന്ന് കയറിയ നീ കുഞ്ഞിനെ തല്ലി അല്ലേടാ? മര്യാദക്ക് കാവുമ്പാട്ട് വന്ന് കുഞ്ഞിനോട് മാപ്പോരടാ. അപ്പോ കോൺഗ്രസ് പാർട്ടിയുടെ കഴിവുകൊണ്ട് തന്നെയാണ് ജയിക്കുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണെങ്കിലേ ജയിക്കാൻ പറ്റും. അപ്പൊ ചേട്ടൻ തറയാണല്ലേ? മാപ്പ് പറയണമെന്ന് പറയാൻ അവിടെ നാവ് ഉരിയാടാതെ ഇരിക്കുന്ന ആളുകളെ ഞങ്ങൾ വിമർശിക്കും. അതെങ്ങനെയാണ് ദേശവിരുദ്ധമാകുന്നത്? അതെങ്ങനെയാണ് ദേശവിരുദ്ധമാകുന്നത്? ഇന്നൊരു മുഖ്യമന്ത്രി പറയുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കാൽത്തോട്ടിൽ പോയി സൈന്യം കിടന്നോണം എന്നൊരു സംസ്ഥാനത്തെ ഉപമുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു. അതെങ്ങനെയാണ് ഐക്യരാഷ്ട്രസഭയിൽ? വേണ്ട, എനിക്ക് ഈ പിച്ചച്ചോറ് വേണ്ട. ഇന്ന് തറവാട്ടിൽ ഒരിക്കലൂണ രാത്രി പച്ചവെള്ളം പോലും കിട്ടില്ല കേട്ടോ. ഓ, മീനാക്ഷി പറഞ്ഞുകൊണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ തന്നെ ഈ ഊണെന്ന് പഴച്ചു. കോൺഗ്രസ് ഉയർത്തിക്കൊണ്ട് വന്നത് തന്നെയാണ്, അതിനൊന്നും സംശയമില്ല, ആർക്കും തർക്കമില്ല. അല്ല, പിന്നെ നിങ്ങൾ എന്താ അഴകുള്ളവനെ കാണുമ്പോ ഞാൻ അത് തന്നെയാ പറഞ്ഞത്. ഞങ്ങളുടെ അപ്പാന്ന് വിളിക്കാൻ ഒരുത്തനും പോരണ്ടെന്നാ ഞാൻ പറഞ്ഞത്. കോൺഗ്രസ് കൂടണ്ട, താൻ പൊക്കോ, തന്നെ ആരെങ്കിലും പിടിച്ചു കെട്ടി വെച്ചിരിക്കുന്നു. ഏതായാലും RSSന്റെ വാദമുഖമാണ് അദ്ദേഹം ഇവിടെ ഉന്നയിക്കുന്നത് എന്നാണ് ഞാനും ഈ ചർച്ച കേൾക്കുന്ന പ്രേക്ഷകരെല്ലാം മനസ്സിലാക്കുന്നത്. പ്രേക്ഷകരാകെ മണ്ടന്മാരാക്കണ്ട. നിങ്ങള് RSSന്റെ വക്താവ് തന്നെയാണ്. അല്ല, നിങ്ങള് അവന്മാര് തന്നെ സംശയിക്കണ്ട, കഴിവേറി കള്ളന്മാര് ഹോൾസെയിലായിട്ട് ഇറങ്ങിയിരിക്കുക. ഇനി ഇവന്മാരെ അങ്ങനെ അങ്ങ് വിടാൻ പറ്റില്ല. ചോദ്യത്തിന്റെ അർത്ഥം എന്താണ് മിനി? താങ്കൾ പറയുകയാണ് ഇവിടെ ഇതൊന്നും ഇല്ല എന്ന്. നിങ്ങളുടെയൊക്കെ നേതാവാണല്ലോ ഈ ചോദ്യം ഉന്നയിച്ചത്. എന്താണ് അതിന്റെ അർത്ഥം? എന്താണ് മിനി? അല്ല, ഞാൻ മിനിയോടാണ് എന്റെ ചോദ്യം. അല്ല, മിനിയോടാണ്. മിനി, ചായ മതിയോ? ഓ, ആയിക്കോട്ടെ. അല്ല, കാപ്പിയാവാല്ലേ? ഓക്കെ. അല്ല, BJP ചേരാലോ. BJP-യിൽ ഞാൻ വരാൻ പോകുന്നു. അപ്പുറത്തേക്ക് സുരേഷ് ഇടയിലൊക്കെ പറഞ്ഞില്ല, ഞാൻ പറയട്ടെ. BJP-യിൽ ചേർന്നാൽ മനസ്സിലല്ലേ, അദ്ദേഹത്തിന് ഒരു ഗവർണറാക്കാം. അദ്ദേഹം തീർച്ചയായിട്ടും കൂറുമാറാൻ പറ്റൂല, കൂറുമാറ്റ നിയമം നിൽക്കണെ കൊണ്ട് അദ്ദേഹത്തിന് അതിന് വേറെ വഴിയൊക്കെ നോക്കണം. അവിടെ പോയുള്ള ഇത്തവണ സാമ്പാർ ശരിയാവുന്നേ. ഒന്ന് സ്വസ്ഥമായി ഉത്തരം പറയാനുള്ള അവസരം ഉണ്ടാക്കണം. ഈ വോളിബോൾ കളിക്കുമ്പോൾ സ്മാഷ് അടിക്കുമ്പോൾ ചാടി വീണ് ബ്ലോക്ക് ചെയ്യുന്നത് പോലെ അയ്യപ്പദാസ് ബ്ലോക്ക് ചെയ്യാൻ നിൽക്കരുത്. ഞാൻ വ്യക്തിപരമായി മോശം എന്നല്ല, ഈ മൂന്നാളുടെ രാഷ്ട്രീയ ഞാൻ പറഞ്ഞത്. ഒരു സാമ്പാർ പോലത്തെ എല്ലാ കഷ്ണവും ഉണ്ട് പറ്റിയത്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, 3 വ്യക്തികളെ മോശമാക്കിയിട്ടല്ല, വ്യക്തികളെ 3 പറ്റിയും അങ്ങനെ മോശമാക്കുന്ന ആളുമല്ല ഞാൻ. അയ്യപ്പദാസ് അവന്റെ സമനില തെറ്റിയിരിക്കുക പാവം. ജോലി പോയ പിന്നെ ഇത്രയും വഷളായേ. നിങ്ങൾ തോന്നിയത് പറയുമ്പോൾ എനിക്ക് സൗകര്യമുള്ളത് പറയും, പറയാനുള്ള അവകാശമുണ്ട്. ഞാൻ സൗകര്യമുള്ളത് ഞാൻ പറയും, അത് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. ഞാൻ പറയട്ടെ. ഒന്ന്, എനിക്കിതിരി ദണ്ണുണ്ട്, എന്റെ സാധനം കരിഞ്ഞുപോയി. ഞാൻ രസം പിടിച്ച് വായിച്ചു വന്നതാ. ഇനിയിപ്പോ ഉപ്പായിമാരുടെ ബാക്കി ഞാൻ എങ്ങനെ അറിയാ? എന്താണിത്? എന്താണ് അയ്യപ്പദാസ് ഇങ്ങനെ? എന്നെ പറ്റി പോയല്ലേ? എന്ത് ചീറ്റിന്ന്? എന്റെ അടുത്ത് ഹനുമാനില്ലേ? എന്നെ ഹനുമാൻ വിളിച്ചാണ്ടല്ലോ. നിന്നെ അല്ല, എന്റെ അടുത്ത് ഹനുമാൻ ഐറ്റമില്ലേ? അദ്ദേഹം എന്നെ പറ്റി പറഞ്ഞ എന്തൊക്കെയാണെന്ന് കേട്ടോ. ആദ്യം വിദ്വാൻ, അത് പരിഹാസ രൂപേണയാണ് പറയുന്നത്. വിദ്വാൻ പഠിക്കാൻ വന്ന പഠിക്കണം. CCയുടെ ഹൈക്കമാൻഡ് എന്ന് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് പറയുന്നു, കോൺഗ്രസ് ചെയ്യുന്നു. കാരണം കോൺഗ്രസിന് മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ കാര്യങ്ങൾ എളുപ്പമല്ല. ഞാൻ എല്ലാവരെയും വിളിച്ചോണ്ടുവരാം.